കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതത്തിനാണ് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാതം കൂടെ കാണുവാൻ കർത്താവിനെ വരുത്തിയ ദൈവത്തിൻ്റെ മഹാകരുണയ്ക്കായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. മർക്കോസ് സുവിശേഷം 6-ാം അധ്യായം അതിൻ്റെ 41-ാമത് വാക്യം. അവൻ ആ 5 അപ്പവും 2 മീനും എടുത്ത് സ്വർഗത്തേക്ക് നോക്കി വാഴ്ത്തി അപ്പം നുറുക്കി അവർക്ക് വിളമ്പുവാൻ തൻ്റെ ശിഷ്യന്മാർ കൊടുത്തു. ആ 2 മീനും എല്ലാവർക്കും വിഭാഗിച്ച് കൊടുത്തു. ഈ വാക്യങ്ങൾക്കാണ് ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഇവിടെ നമ്മൾ വായിക്കുമ്പോൾ കാണുവാൻ കഴിയുന്ന യേശു കർത്താവ് 5 അപ്പത്തെ 2 മീനിനെ സ്വർഗത്തേക്ക് നോക്കി വാഴ്ത്തി അതിനെ വിളമ്പി എന്നുള്ളതാണ്. ആ വാക്കാണ് ഇന്ന് പ്രഭാതത്തിൽ നമ്മൾ ചിന്തിക്കുവാൻ കർത്താവിൽ ശരണപ്പെടുന്നത്. നമുക്കറിയാം, 2-3 ദിവസം യേശുവിൻ്റെ അടുക്കൽ തിരുവചനം കേൾക്കുവാൻ വേണ്ടി വന്ന ജനം, അവർ സ്തോത്രം ആ ദിവസങ്ങൾ കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുമ്പോൾ വിശന്നവർ വഴിയിൽ തളർന്നു പോകാതിരിപ്പാൻ ശിഷ്യന്മാരോട് യേശു കർത്താവ് പറഞ്ഞ് അവർക്ക് ആഹാരം കൊടുക്കണം. ശിഷ്യന്മാർ കൈമറത്തു, ഞങ്ങളുടെ കയ്യിലില്ല. 5000 പുരുഷന്മാരോളം അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് കണക്ക്, അല്ലേ? അപ്പം അവർക്ക് അത്രയും കൊടുക്കാനുള്ള അപ്പം അവിടെ ഇല്ല. അപ്പൊ യേശു പറഞ്ഞു, ഇവിടെ ആരുടെയെങ്കിലും കയ്യിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സ്തോത്രം പറയാൻ പറഞ്ഞു. അങ്ങനെ അവര് സെർച്ച് ചെയ്യുമ്പോഴാണ് ഒരു ബാലന്റെ കയ്യിൽ 5 അപ്പവും 2 മീനും ഉണ്ടായിരുന്നതായിട്ട് ശിഷ്യന്മാർ കണ്ടത്. അതിന് യേശുവിന്റെ കരങ്ങളിലേക്ക് കൊണ്ട് കൊടുക്കുക. സ്തോത്രം. ശ്രദ്ധിക്കുക, 1-2 ദിവസം കഴിഞ്ഞ് നമ്മുടെ സാധാരണ ആഹാരങ്ങൾ പഴകിപ്പോകും. ഇന്ന് അത് പഴകാതിരിക്കേണ്ട സംവിധാനങ്ങൾ നമുക്കുണ്ട്, പക്ഷെ ആ കാലത്ത് അതില്ലായിരുന്നു. സ്തോത്രം. അപ്പം 2-3 ദിവസം കഴിഞ്ഞ് ഈ ആഹാരം പഴകിപ്പോകാൻ ചാൻസ് ഉണ്ട്. ഇതെങ്ങനെയാണ് ഫ്രഷ് ആയിട്ട് നമുക്ക് കിട്ടുക? ഇവിടെയാണ് ആ ചിന്ത വെളിപ്പെടുന്നത്. ഇവിടെ ശ്രദ്ധിക്കണം, 5 അപ്പവും 2 മീനും എടുത്ത് യേശു കർത്താവ് കരങ്ങളിലേക്ക് വെച്ചിട്ട് സ്വർഗത്തിലേക്ക് നോക്കി വാഴ്ത്തി. സ്തോത്രം. എന്താണ് ഇതിന്റെ അർത്ഥം? പഴകിപ്പോയ ആഹാരത്തിൻ്റെ ആ അവസ്ഥയെ, ജീർണിച്ച അവസ്ഥയെ മാറ്റാൻ കഴിയുന്ന ഒരു പ്രവൃത്തി യേശു അവിടെ ചെയ്യുകയാണ്. അതാണ് സ്വർഗത്തിലേക്ക് നോക്കി പ്രാർത്ഥിപ്പാൻ തക്കവണ്ണം ഇടവന്നത്. എന്താ ഈ വാക്യത്തിൽ ദൈവം നമുക്ക് തരുന്ന ആലോചന? ശ്രദ്ധിക്കേണ്ട ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ പല മണ്ഡലങ്ങളിലും പഴകിപ്പോയ ജീർണിച്ചു പോയ വിഷയങ്ങളുണ്ടെങ്കിൽ ഇന്ന് പ്രഭാതത്തിൽ ഞാൻ നിങ്ങളോട് തിരുവചനത്തെ ആധാരമാക്കി ഒരു ദൂത് കൈമാറുകയാണ്. സ്വർഗത്തിലേക്ക് നോക്കി പ്രാർത്ഥിച്ചാൽ, സ്വർഗത്തിലേക്ക് നോക്കി അതിനെ വാഴ്ത്തിയാൽ, ഏത് പഴകിയ അവസ്ഥയെയും ഏത് ജീർണിച്ച അവസ്ഥയെയും മാറ്റുവാൻ കഴിയുന്ന ഒരു പ്രവൃത്തിയാണ് അവിടെ വെളിപ്പെട്ട് വരുവാൻ തക്കവണ്ണം ഇടവന്നത്. ഒരുപക്ഷെ കാലപ്പഴക്കം ചെന്ന വിഷയമായിരിക്കും. ഇതിനകത്ത് സാധ്യതകളില്ല. അല്ല വൈദ്യശാസ്ത്രത്തിനോ പാരമ്പര്യത്തിനോ വിശ്വാസങ്ങൾക്കോ അല്ല സ്തോത്രം ഹല്ലേലൂയ നമ്മുടെ പ്രവൃത്തികൾക്കോ നമ്മുടെ പ്രയത്നങ്ങൾക്കോ അല്ല സ്തോത്രം ഒന്നും ചെയ്യാൻ കഴിയാത്ത വിഷയത്തിന്റെ മുമ്പിൽ ഇന്ന് പ്രഭാതത്തിൽ നിങ്ങൾ ഇരിക്കുന്നുവെങ്കിൽ ആ വിഷയത്തെ അല്ല നിങ്ങളുടെ കരങ്ങളിൽ പിടിച്ചിട്ട് സ്വർഗത്തിലേക്ക് നോക്കി അതിനെ വാഴ്ത്തിയാൽ ആ ജീർണിച്ച അവസ്ഥകളെ മാറ്റിക്കൊണ്ടൊരു യഹോവയുടെ മഹത്വം അതിനകത്ത് വെളിപ്പെടും. മാത്രമല്ല ആ ഫ്രഷ്നെസ്സിലേക്ക് ദൈവം അതിനെ കൊണ്ടുവരുവാൻ തക്കവണ്ണം ഇടവരും. അവിടെ ആഹാരം കഴിച്ച് തൃപ്തരായി അവരാരും പറഞ്ഞില്ല ഇത് പഴകിയതാണെന്ന്. സ്തോത്രം. അവർ സന്തോഷത്തോടെ തൃപ്തിയോടെ ഭക്ഷിച്ച് അവർ മടങ്ങിപ്പോയി. എന്താ കാരണം? യേശുവിന്റെ കരങ്ങളിൽ അതിരുന്നു. 2 യേശു കർത്താവ് സ്വർഗത്തിലേക്ക് നോക്കി പ്രാർത്ഥിച്ചു. സ്തോത്രം. ഇന്ന് പ്രഭാതത്തിൽ സ്വർഗത്തിലേക്ക് നോക്കാൻ നീ തയ്യാറായാൽ നിങ്ങളുടെ വിഷയങ്ങളിൽ ദൈവത്തിന്റെ പ്രവൃത്തി നിശ്ചയമായി വെളിപ്പെട്ടു വരുവാൻ തക്കവണ്ണം ഇടവരും. ഏത് വിഷയമാകട്ടെ സ്വർഗത്തിലേക്ക് നോക്കി പ്രാർത്ഥിക്കട്ടെ. കർത്താവിന്റെ കരം നമുക്ക് വേണ്ടി ചലിക്കട്ടെ. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഈ സന്ദേശത്തിനാണ് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന. ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ തൃക്കരങ്ങൾ തരികയാണ്. അവിടെ നിന്ന് ചരകളിൽ മറയ്ക്കണമേ. ഈ ജീർണിച്ച അവസ്ഥകൾ, പഴകിയ അവസ്ഥകൾ മാറി ഒരു പുതിയതിലേക്ക് അല്ലെങ്കിൽ ഒരു ഫ്രഷായ നന്മകളിലേക്ക് വരുവാൻ സ്വർഗം അവിടെ നിന്ന് കൃപ ചെയ്യേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. സമസ്തവും തൃക്കരങ്ങൾ തരുന്ന കൂടെ ഇരിക്കണം. മഹത്വം അങ്ങേക്ക് യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.